റൈറ്റ്. അതേസമയം കൊടും വേനലിൽ വലയുന്നത് മനുഷ്യൻ മാത്രമല്ല, പക്ഷികളും മൃഗങ്ങളും എല്ലാം ഈ ചൂടിന്റെ ഇരകളാണ്. കരുതലും കരുണയും എല്ലാം ഈ മിണ്ടാപ്രാണികളോടും വേണം. കൊച്ചിയിലെ മട്ടാഞ്ചേരിയിൽ അത്തരം ഒരു നല്ല മാതൃകയുണ്ട്. മട്ടാഞ്ചേരിക്കാർക്ക് ഇതത്ര പുതിയ കാഴ്ചയൊന്നുമല്ല. പാലസ് റോഡിൽ തുണിക്കട നടത്തുന്ന അൻസാർ കഴിഞ്ഞ 15 വർഷമായി ഉച്ചയ്ക്ക് മുടങ്ങാതെ ചെയ്യുന്നൊരു കാര്യമാണിത്. 1 മണിയാകുന്നതോടെ അൻസാറിൻ്റെ കടയ്ക്കു മുന്നിലെ വൈദ്യുതി കമ്പികളിലും പോസ്റ്റുകളിലുമെല്ലാം പ്രാവുകൾ നിറയും. പിന്നെ കുറുകലും ചിറകടിയൊച്ചയുമൊക്കെയായി അൻസാറിനുള്ള ശ്രദ്ധ ക്ഷണിക്കാൻ. ഏതാണ്ട് എല്ലാവരും വന്നുവെന്ന് ഉറപ്പായാൽ ഗോതമ്പ് നിറച്ച സഞ്ചിയുമായി അൻസാർ കടയ്ക്ക് പുറത്തേക്കിറങ്ങും. അതോടെ പ്രാവിൻ കൂട്ടവും താഴേക്ക് പറക്കും. ഇത് ഭക്ഷണം കഴിച്ചു കണ്ടത് കണ്ടില്ലേ, എന്താണ് ആട്ടുകളിൽ കിടന്നിട്ട് കുളിച്ചു മറിയുന്നത് കാണാൻ ഒരു രസമാണത്. അതെല്ലാവരും ചെയ്യുന്നതാണ്. എല്ലാ വീട്ടുകളിലും എല്ലാ അമ്മമാരും എല്ലാവരും വീട്ടിലുള്ള ഇതുപോലെ പ്രാവുകൾക്കും കിളികൾക്കും ഭക്ഷണം കൊടുക്കാനുള്ള ഒരു വെള്ളം കൊടുക്കാനുള്ള ഒരു തോന്നലുണ്ടാവട്ടെ. എല്ലാവർക്കും ഒരു ആഗ്രഹമാണത്. ഒരിക്കൽ ചുണ്ടുമുറിഞ്ഞ ഒരു പ്രാവിന് തീറ്റ നൽകിയതാണ് ഇപ്പോഴീ കാണുന്ന സമൂഹ സദ്യയിലേക്കുള്ള തുടക്കം. ചിലപ്പോഴെങ്കിലും സുഹൃത്തുക്കളും അൻസാറിനൊപ്പം ചേരാറുണ്ട്. സത്യത്തിൽ ഇത് ഈ ആട്ടുകല്ല് എന്നുള്ളതേ ഞങ്ങൾക്ക് ഇവിടെ അടുത്തൊരു പുത്തൂസ് എന്ന ഹോട്ടല് തന്നതാണ്. അപ്പൊ അത് ഞങ്ങളിവിടെ നിന്ന് എല്ലാവരും കൂടിയായിട്ടാണ് റോട്ടിലൂടെ തള്ളിയിട്ടാണ് കൊണ്ടുവന്നത്. 1-2 പേർക്കൊന്നും അത് പിടിച്ചാലൊന്നും പൊങ്ങിയൊന്നുമില്ല. അത്യാവശ്യം നല്ല കനമാണത്. അതിനുശേഷം എല്ലാവരും വെള്ളം നിറച്ച് വെക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ തെരുവട്ടികളൊക്കെ ആണെങ്കിൽ വെള്ളം കുടിക്കണത് ഈ ഒരു ഇതല്ല, അത്രയും ചൂടാണല്ല. ഒരു കാലത്ത് ധാന്യപ്പുരകളാൽ സമൃദ്ധമായിരുന്ന മട്ടാഞ്ചേരിയും പരിസര പ്രദേശങ്ങളും പക്ഷികൾക്ക് വിശപ്പടക്കാനും ആവത് നൽകിയിരുന്നു. പ്രതാപം മങ്ങിയതോടെ അൻസാറിനെ പോലുള്ളവരാണ് ഇപ്പോൾ ഇവരുടെ ആശ്രയം. ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി.